ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നല്ല ചൂടാണ് ഹൈദരാബാദ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുവും ലിയോയും ഒക്കെ കുറച്ച് തണുപ്പ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കിടക്കുകയാണ്. ഇവങ്ങ് താഴെ പോയിരുന്നു. ഇപ്പം ഞാൻ അവിടെ നിന്ന് ഇവനെ പൊക്കിക്കൊണ്ടിങ്ങ് വന്നതാണ്. ഇവിടെ കൊണ്ടുവന്ന് ലിയോ കിടക്കുന്നതുകൊണ്ട് കുഞ്ഞും അവിടെ അങ്ങ് കിടന്നു. കുഞ്ഞുവിന് അസുഖവിവരങ്ങളൊക്കെ അങ്ങനെ തന്നെ പോകുന്നുണ്ട്. ചുമയുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ അവൻ്റെ ഹോമിയോ മരുന്നൊക്കെ അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷീണിച്ചു പോയി കുഞ്ഞാപ്പൂ. കുറച്ച് ദിവസം മുന്നേ അവൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ കറുപ്പൊക്കെ വന്ന് ചെല്ലക്കുട്ടി കണ്ട ചെല്ലക്കുട്ടിയാണ് കറുപ്പൊക്കെ വന്ന് ഇപ്പോൾ അതൊക്കെ കുറച്ച് മാറി അങ്ങനെ പോകണം. ലിയോത ഇറങ്ങി പോവുകയാണ് വീണ്ടും. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മുഖം കാണിക്കുന്നില്ല. തലയിൽ മൈലാഞ്ചിയൊക്കെ തേച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് കുഞ്ഞി പപ്പിയുടെ കുറച്ച് അപ്ഡേറ്റ് കൂടെ ഉണ്ട്. അല്ലയുടെ ചക്കര, അല്ലയുടെ കുഞ്ഞി ചക്കര. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയും കൂടെ കാണാം. ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. കുഞ്ഞുവിനെന്തോ സന്തോഷം തോന്നുക, എന്താ അവൻ്റെ കിടന്ന് മറിയുന്നുണ്ട്. നെക്കർ കുഞ്ഞുവാണേ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, വീഡിയോ ഒക്കെ ഒന്നും ഞാനിപ്പോൾ അങ്ങനെ എടുക്കലില്ല. ഇന്ന് വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് കുറേശ്ശെ കൊടുത്തായിരുന്നേ. ഇത് കുഞ്ഞു പപ്പിയുടെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. കാലിൻ്റെ നീരൊക്കെ കുറച്ച് കുറവുണ്ട്. എന്നാലും ഒക്കെ നടക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. അത് ഭക്ഷണം കഴിച്ചു. ഞാൻ ഇത് കാണിക്കാൻ വേണ്ടിയല്ല വന്ന. പപ്പി വാ, നീ വാ. ഇത് കാണിക്കാൻ വേണ്ടി വന്നതല്ല, വേറെ കാര്യമുണ്ട്. അല്പം ഭക്ഷണം ബാക്കിയായത് പപ്പി കഴിക്കുകയാണ്. ആർക്കും ഇവരെ അങ്ങനെ ഇഷ്ടമല്ല. എന്തോന്ന് കംപ്ലൈൻറ്റിൻ്റെ കാര്യം സംസാരിക്കുന്നുണ്ട് ഞങ്ങളെ മേലെ ഉള്ള ഒരാൾ, 1-2 പേര്. പിന്നെ ഇവൾ കുരയ്ക്കും കേട്ടോ. കൊച്ചു പിള്ളേരെയൊക്കെ കാണുമ്പം ഇങ്ങനെ അവരെ പുറകെ കുരച്ചുകൊണ്ടൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട്. ഇവിടുത്തെ കാലിന് നോക്കി ആരെന്തോ അടിച്ച് ശരിയാക്കിയതാണ്. അതിനുശേഷം അതിന് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട്. ഞൊണ്ടിയാണ് ചാടുന്നത്. ഇനി യഥാർത്ഥ കാര്യം പറയാൻ വേണ്ടി അങ്ങോട്ട് പോകാം. ഒരു കാർപ്പി ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്നപ്പോൾ എൻ്റെ പുറകെ ഇങ്ങനെ ഓടി വരെയാണ്. നോക്കി ഒന്നാണ് കാണാനില്ല. ഓരോ റൗണ്ട് നോക്കട്ടെ, ഇല്ലെങ്കിൽ അതിൻ്റെ ബാക്കി ഭാഗം പിന്നീട് ചേർക്കാം. ഇത് കറുപ്പി എടുത്തോണ്ട് വന്നതാണേ, ഒരു പ്രാവ് കുഞ്ഞ്. ഞാൻ നോക്കിപ്പോയ ആളെ കണ്ടില്ല. പകരം കറുപ്പി ഒരു പ്രാവിനെ എടുത്തോണ്ട് വന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ പുറകെ ഇങ്ങ് പോന്നു. അവൾ കൊന്നു കളയോ അതിനത്. വീണ്ടും പോകണണ്ട. ഓടി വീട്ടിൽ കൊണ്ടുപോയാൽ മോളെ ശുശ്രൂഷിക്കും. അതിനെ സുഖപ്പെടുത്തുകയും ചെയ്യും. അതിന് കണ്ണിന് കുരുവെല്ലാം ഉണ്ടേ. പക്ഷേ ആലോചിക്കാണ്. വീണ്ടും അടി തുടങ്ങും. അടി നാറ്റം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാവ് കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്നേ. മരുന്ന് വെച്ചിട്ട് തോട്ടത്തിൽ തന്നെ ഒരു ചെറിയ കൂടിനകത്തിട്ട് അവിടെ കെട്ടി വയ്ക്കാമെന്ന് വിചാരിച്ച്. വീടിനകത്ത് വെച്ചാൽ സ്മെല്ലടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അടി പറ്റിക്കും. ആ പടം അല്ലാതെ സ്വസ്ഥതയില്ല. ഫ്രണ്ട്സ്, ഞാൻ ഇന്നലെ ഒരു സംഭവം കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ. ഇത് ഇവളാണേ. ഇവൾക്ക് അന്ന് വാങ്ങി വെച്ച ഗുളിക ഇതുവരെയും കൊടുക്കാൻ പറ്റിയില്ലായിരുന്നേ. ഇത് ഇന്നാണ് വേണ്ട ഇതിലിട്ട് കൊടുക്കാം. കഴിക്കണമെന്ന് നോക്കട്ടെ. ഇവൾ കഴിക്കാൻ അതിനെ മിസ്സാക്കി കളയും. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെയും കൊടുക്കാത്തത്. 680 രൂപയാണ് കേട്ടോ. എന്തായാലും ആളെടുത്ത് കിടക്കെന്ന് പറഞ്ഞ് ചവച്ച് കഴിച്ചു.
രാത്രിയൊക്കെ ഭക്ഷണം കൊണ്ടിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇത് സാധനം കഴിച്ചില്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഇത്രയും ദിവസം കൊടുക്കാതിരുന്നത്. എനിക്ക് നമ്മളെ ഒരു വീഡിയോ ഒക്കെ കാണുന്ന ഒരു ആളാണ് ആ പൈസ അയച്ചു തന്നത്. കുറച്ച് പൈസ അയച്ചു, ബാക്കി ഞാനും കൂടെ ഇട്ട്. ഇതിൻ്റെ ശരീരമൊക്കെ എന്ന് പറഞ്ഞാൽ മൊത്തം വൃത്തികേടായി. ആൾ ചവിട്ടിപ്പിടിച്ച് കഴിക്കുന്നുണ്ട്. ഗുളിക കഴിച്ചു എന്ന് തോന്നണം. ഇന്നലെ ഇവിടെ വേണ്ട ഈ കാലിൻ്റെ ഈ ഭാഗത്ത് കാണുന്ന ബ്ലഡ് ഒലിക്കായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആരെങ്കിലും വെട്ടി പിടിപ്പിച്ച് കൊടുത്തായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അല്ല, ഭാഗ്യത്തിന് ഈ സ്കിൻ ഡിസീസ് ഉള്ളതുകൊണ്ട് ബ്ലഡ് അല്ലാതെ വന്നതാണെന്ന് തോന്നുന്നു. ടാബ്ലറ്റ് വാങ്ങി വെച്ചിട്ട് 1 മാസം വരും. ഇവളെ അടുത്ത് കിട്ടത്തില്ല. നമ്മൾ രാത്രിയാണ് ഭക്ഷണം കൊടുക്കുക പറഞ്ഞത്. അപ്പോൾ ഗുളിക മിസ്സായി പോയാൽ പിന്നെ ഫലമില്ല. ഇന്നായിരിക്കും അവൾക്ക് ഗുളിക കഴിക്കാനുള്ള സമയം വന്നതേ, ആണ് സത്യം. അങ്ങനെയുള്ള കാലിലെല്ലാം കാലിൻ്റെ ബാക്ക് സൈഡെല്ലാം കണ്ട ആപ്പാടെ കണ്ടമായിട്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണേ.